Yes, welcome back to your online classroom. And we are moving to our fourth unit of our English textbook. That is, live and let live. What is the meaning of living and let to live? We just going to live, right? അല്ലേ, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ജീവിക്കുക മാത്രമല്ല, വി ഷുഡ് ലെറ്റ് അതേഴ്സ് ലിവ്. നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ ജീവിക്കാൻ കൂടി അനുവദിക്കണം. നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ ഈ ലോകത്ത് അല്ലേ. ഈ സമയത്ത് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ മാത്രം ജീവിക്കുക, ബാക്കിയുള്ളവർക്കൊന്നും ജീവിക്കേണ്ട, അങ്ങനെ ഒരു രീതി അങ്ങനെ ഒരു അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്ത് വേണം? ലിവ് ആൻഡ് ലെറ്റ് ലിവ്. ജീവിക്കുകയും വേണം, അതേസമയം ജീവിക്കാൻ അനുവദിക്കുകയും വേണം ബാക്കിയുള്ള ആളുകളെ, അല്ലെങ്കിൽ നമ്മുടെ യങ് ജനറേഷൻസിനെ, നമ്മൾ വരാൻ പോകുന്ന ജനറേഷൻസിന് ആളുകളെയൊക്കെ ജീവിക്കാൻ നമ്മൾ അനുവദിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ കൂടി ചെയ്തു വെക്കുക കൂടെ വേണം. അപ്പോൾ ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്ന ചാപ്റ്റർ ഒരു സ്പീച്ചാണ്. സ്പീച്ച് പ്രസൻറ്റഡ് ബൈ വാങ്ങാരി മത്തായി വൈൽ അക്സെപ്റ്റിംഗ് എ നോബൽ പ്രൈസ്. വാങ്ങാരി മത്തായി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു ആക്ടിവിസ്റ്റാണ്, കെനിയൻ ആക്ടിവിസ്റ്റാണ്. ഒരു നോബൽ പ്രൈസ് നോബൽ പ്രൈസ് വാങ്ങുന്ന സമയത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പീച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് മീൻസ്, ഒരു സാപ്ലിംഗ് മീൻസ് ഒരു വൃക്ഷത്തൈ, അതല്ലെങ്കിൽ മരത്തിൻ്റെ തൈ നടുന്ന സമയത്ത്. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന് പറയുന്ന ഈ ടൈറ്റിൽ ഉദ്ദേശിക്കുന്നത്, ഒരു തൈ നടുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് മനസ്സിൽ കാണേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ആ സമയത്ത് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് എന്നാണ് വാങ്ങാരി മത്തായി നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ ത്രൂ ദ ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റ് വായിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഒരു ഫോർമൽ സ്പീച്ച് പ്രസൻറ്റ് ചെയ്യാം. അതായത് ഒരു അവാർഡൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റെസ്പോൺസിബിലിറ്റി, അതല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനൊരു അവാർഡ് അല്ലെങ്കിൽ അപ്രീസിയേഷനൊക്കെ റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സ്പീച്ചിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുന്നതും, സ്റ്റേജിലിരിക്കുന്ന ആളുകളെ, ഒരുപാട് എക്സലൻസീസ് ഒക്കെ ഉണ്ടാവും, ഒരുപാട് കഴിവുകളുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവരൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് വേണം തുടങ്ങാൻ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്പീച്ചാണ് ഇവിടെ വാങ്ങാരി മത്തായി പ്രസൻറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഗോ ത്രൂ ദ ടെക്സ്റ്റ്. Your Majesties, Your Royal Highness, honorable members of the Norwegian Nobel Committee, Excellencies, ladies and gentlemen. ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അഡ്രസ്സ് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. യുവർ മെജസ്റ്റീസ് അല്ലേ, നമ്മൾ ഹൈ റാങ്കിലിരിക്കുന്ന ആളുകളെ, വലിയ ഉയർന്ന റാങ്കിലിരിക്കുന്ന ആളുകളെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. യുവർ റോയൽ ഹൈനസ് അല്ലേ, രാജാവിൻ്റെയൊക്കെ പദവിയിലിരിക്കുന്ന, കിങ് എന്നുള്ള രീതിയിലൊക്കെ പദവിയിലേക്ക് ഇരിക്കുന്ന ആളുകൾ അഡ്രസ്സ് ചെയ്യുന്നതാണ്. ഹോണറബിൾ മെമ്പേഴ്സ് ഓഫ് ദി നോർവീജിയൻ നോബൽ കമ്മിറ്റി. നോർവീജിയൻ നോബൽ കമ്മിറ്റിയിലെ മെമ്പേഴ്സൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, അവരെ അഡ്രസ്സ് ചെയ്യുന്നു. എക്സലൻസീസ്, ഒരുപാട് കഴിവുകളുള്ള ആളുകളുണ്ടാവും. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഓഡിയൻസ് ആയിട്ട് ഇരിക്കുന്ന ലേഡീസ് ആൻഡ് ജെന്റിൽമാനൊക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. As the first African woman to receive this prize, I accept it on behalf of the people of Kenya and Africa and indeed the world. ഫസ്റ്റായിട്ട് ആഫ്രിക്കയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്ത്രീക്ക് കിട്ടുന്ന നോബൽ പ്രൈസാണ് വാങ്ങാരി മത്തായി വാങ്ങിക്കുന്നത്. അപ്പോൾ അവരൊക്കെ എല്ലാവരെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ്, ആഫ്രിക്കയിലെ എല്ലാ സ്ത്രീകളെയും മനസ്സിൽ കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അവരെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ നോബൽ പ്രൈസ് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. I am especially mindful of women and the girl child. I hope it will encourage them to raise their voices and make more space for leadership. അപ്പോൾ ഈ അവാർഡ് വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് ഈ സ്ത്രീകളുടെയും അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ പെൺകുട്ടികളുടെയും സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഈ അവാർഡ് വാങ്ങിക്കുന്നത് ഇവർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അവർക്കൊരു എൻകറേജ്മെൻ്റ് ആവും, അവർക്കൊരു ഉത്തേജനമാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അവാർഡ് വാങ്ങിക്കുന്നത്. My inspiration comes from my childhood experience and observation of nature in rural Kenya. അപ്പോൾ ഈ ഒരു അവാർഡ് കിട്ടാൻ ഉണ്ടായ സാഹചര്യം എന്താണ് ഈ ആക്ടിവിറ്റീസിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്ത് സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് ഇവിടെ വാങ്ങാരി മത്തായി നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മൈ ഇൻസ്പിറേഷൻ കംസ് ഫ്രം മൈ ചൈൽഡ്ഹുഡ്. തൻ്റെ ചെറുപ്പകാലത്തിൽ നിന്നാണ്, അതായത് ചൈൽഡ്ഹുഡിൽ നിന്നാണ് തനിക്ക് ഒരു ഇൻസ്പിറേഷനൊക്കെ കിട്ടിയിട്ടുള്ളത്. എന്തായിരുന്നു? എക്സ്പീരിയൻസസ് ആൻഡ് ഒബ്സർവേഷൻ ഓഫ് നേച്ചർ ഇൻ റൂറൽ കെനിയ. കെനിയയിലെ റൂറൽ ഏരിയാസിൽ, ഉൾനാടൻ ഏരിയാസിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതും അല്ലെങ്കിൽ പ്രകൃതിയുമായി ഇടപഴകി നിൽക്കുന്ന ആളുകളെയൊക്കെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു ഏരിയയിലേക്ക് വാങ്ങാരി മത്തായി എത്തുന്നത്.
As I was growing up, I witnessed forests being cleared and replaced by commercial plantations, which destroyed local biodiversity and the capacity of the forest to conserve water. താൻ വളർന്നു വരുന്ന സമയത്ത്, വങ്ങാരിമത്തായി വളർന്നു വരുന്ന സമയത്ത് ചെറുപ്പത്തിൽ കണ്ടിരുന്ന കാടുകളൊക്കെ വെട്ടിത്തളിച്ച് എന്തായിട്ടുണ്ട്, കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടേക്ക്. കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റബ്ബർ, ടീ, കോഫി പോലെയുള്ള പ്ലാന്റേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ്, അതായത് ഭക്ഷണം ലഭിക്കുന്ന കൃഷികളൊക്കെ ഉപേക്ഷിച്ചിട്ട് അവർ കൂടുതൽ നാണ്യവിളകൾ എന്നാണ് അതിന് മലയാളത്തിൽ പറയാം, കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി എന്താവും, കാടുകളിലെ വെള്ളം പിടിച്ചു നിർത്താനുള്ള അല്ലെങ്കിൽ മണ്ണിൽ വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവ് നഷ്ടപ്പെടും ഈ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് ചെയ്തു കഴിഞ്ഞാൽ. Throughout Africa, women are the primary caretakers, holding significant responsibility for tilling the land and feeding their families. ആഫ്രിക്കയിൽ സ്ത്രീകളാണ് കൂടുതൽ വീടും കാര്യങ്ങളൊക്കെ നോക്കുന്നത്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സ്ത്രീകളായിരിക്കും. അവരാണ് വീട്ടിലേക്ക് ഇൻകം, വരുമാനം കണ്ടെത്തുന്നതും അതുപോലെ തന്നെ ടില്ലിങ് ദ ലാൻഡ്, അതായത് കൃഷിയുടെ ആവശ്യത്തിന് ഈ ലാൻഡൊക്കെ ഉഴുതുമറിക്കുന്നതൊക്കെ അവിടുത്തെ സ്ത്രീകളാണ്. അപ്പോൾ ഫീഡിങ് ദ ഫാമിലീസ്, ഫാമിലിയിലെ മെമ്പേഴ്സിനൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നതും അതിന് വഴി കണ്ടെത്തുന്നതൊക്കെ ആഫ്രിക്കയിലെ സ്ത്രീകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാണ് പ്രകൃതിയിൽ എന്തെങ്കിലും എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫൈൻഡ് ചെയ്യുന്നതും അവരാണ്. As a result, they are often become aware of environmental damage as resources become scarce and they are incapable of sustaining their families. അപ്പോൾ അവർ തന്നെയാണ് ഈ റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ് കുറയുന്നത് മനസ്സിലാക്കുന്നതും അത് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ തൻ്റെ ഫാമിലീസിൻ്റെ ആവശ്യങ്ങൾക്കൊന്നും അത് തികയില്ല, സ്കാർസാണ്, കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതും ആഫ്രിക്കയിലെ സ്ത്രീകളാണ്. The women we worked with counted that unlike the past, they were unable to meet their basic needs. This was due to the degradation of their immediate environment as well as the introduction of the commercial farming. ഇപ്പോൾ സ്ത്രീകൾ തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ ഓർത്തെടുക്കുന്നുണ്ട്. അതായത് ആദ്യമൊന്നും, പണ്ട് കാലത്തൊന്നും അല്ലെങ്കിൽ ആദ്യകാലത്തൊന്നും ഈ എൻവയോൺമെൻറ്റുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആവശ്യമായ വിഭവങ്ങളൊക്കെ, ആവശ്യമായ വസ്തുക്കളൊക്കെ, റിസോഴ്സസൊക്കെ എൻവയോൺമെൻറ്റിൽ നിന്നും കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതി അതല്ല. ഈ റിസോഴ്സസ് എല്ലാം, വെള്ളം, ഡ്രിങ്കിങ് വാട്ടർ, ഫുഡ്, ഫയർവുഡ് തുടങ്ങിയ എല്ലാം തന്നെ കുറഞ്ഞു വരുന്നുണ്ട്. ആവശ്യമായ ബേസിക് നീഡ്സൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. This was due to the degradation of their immediate environment as well as the introduction of commercial farming, which replaced the growing of household food crops. അപ്പോൾ ഇതിനൊക്കെ കാരണം അവർ പറയുന്നത് കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് സ്റ്റാർട്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ വീട്ടിലാവശ്യമായ കാര്യങ്ങൾക്ക് ലഭിക്കുന്ന ഫുഡ് ക്രോപ്സ്, ഭക്ഷ്യ വിളകൾ ഒക്കെ ഒഴിവാക്കിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ആ നാട്ടിലെ ആളുകളൊക്കെ ഫുഡ് ക്രോപ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് സ്റ്റാർട്ട് ചെയ്തതാണ് ഇതിനൊക്കെ കാരണം. The international trade controlled the price of the exports from these small scale farmers and a reasonable and just income could not be guaranteed. അത് മാത്രമല്ല, വളരെ കുറച്ച് ഇൻകം മാത്രമേ ഈ ഹൗസ് ഹോൾഡ് ഫാമിങ്ങിന്, അതല്ലെങ്കിൽ ഫുഡ് ക്രോപ്സ് ഭക്ഷിക്കാൻ ആവശ്യമായ ഫാമിംഗ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ കുറച്ച് ഇൻകം മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. കാരണം എന്താണ്, ഇൻ്റർനാഷണൽ എക്സ്പോർട്ടൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ട്രേഡാണ്. അതല്ലെങ്കിൽ വലിയ കമ്പനീസൊക്കെയാണ്, ഇൻ്റർനാഷണൽ കമ്പനീസൊക്കെയാണ് ഇവർക്ക് കിട്ടുന്ന ഇൻകം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് ക്രോപ്സ് കൃഷി ചെയ്യുന്ന, ഫുഡ് ക്രോപ്സ് ഫാം ചെയ്യുന്ന ഫാമേഴ്സിന് വലിയ ഇൻകം ഒന്നും കിട്ടിയിരുന്നില്ല. I came to understand that when the environment is destroyed, plundered or mismanaged, we undermine the quality of life and that of future generations. അപ്പോൾ ആ സമയത്താണ് വങ്ങാരിമത്തായി ഒരു കാര്യം മനസ്സിലാക്കുന്നത്. എന്താണ്, ഈ എൻവയോൺമെൻറ്റിനെ, ഈ പരിസ്ഥിതിയെ ഡിസ്ട്രോയ് ചെയ്യാണ്, നശിപ്പിക്കുകയാണ്. അതല്ലെങ്കിൽ പ്ലൻഡേർഡ് മീൻസ് കൊള്ളയടിച്ച് ചൂഷണം ചെയ്യുകയാണ് എങ്കിൽ, അതല്ലെങ്കിൽ മിസ്മാനേജ്ഡ്, ശരിയായ രീതിയിൽ മാനേജ് ചെയ്തിട്ടില്ല എങ്കിൽ വി അണ്ടർമൈൻ ദ ക്വാളിറ്റി ഓഫ് അവർ ലൈഫ് ആൻഡ് ദാറ്റ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ്. നമ്മൾ അണ്ടർമൈൻ ചെയ്യുന്നത്, നമ്മൾ ചൂഷണം ചെയ്യുന്നത് അല്ലെങ്കിൽ തുരങ്കം വയ്ക്കുന്നത്, നശിപ്പിക്കുന്നത് എന്താണ്, നമ്മുടെ ലൈഫിനെയും അതുപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷൻസിന്, വരാൻ പോകുന്ന ജനറേഷൻസിലെ ആളുകളെയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർക്കുള്ള റിസോഴ്സസ് കൂടിയാണ് നമ്മൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വങ്ങാരിമത്തായി നമ്മളോട് എടുത്തു പറയുകയാണ്. That's all for today. Let's discuss the balance in next class. Be happy, be safe. Bye.